ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ തരുന്നതും തിന്നുകൊണ്ട് മര്യാദയ്ക്ക് ഇതിനകത്ത് കിടന്നോണം. ഇനി അതാ തന്റെ വിധി. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാലേ തന്നെ ഞാൻ തീർക്കും. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. എത്ര ദിവസങ്ങളായി ഏട്ടന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഇങ്ങനൊരു അനിയനെ കിട്ടിയത് ഏട്ടന്റെ ഭാഗ്യ. ഇനിയില്ല, ഞാൻ നോക്കിക്കോളാം. സന്ദീപ് ചെല്ലേ. അനിയന് ഇയാളോടുള്ള സ്നേഹം കണ്ടില്ലേ? ഇതുവരെ താനിങ്ങനെ കിടന്നിട്ടില്ല പോലും. തന്നെ ഇങ്ങനെ കിടത്തിയത് ഞാനാണെന്ന് അവനറിയില്ലല്ലോ. ഇന്നു മുതൽ ഈ മുറി തന്റെ തടവറയാ. താൻ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? തനിക്ക് ഞാനിപ്പോ ദയാവധം വിധിച്ചിരിക്കുക. ഞാനാണ് ഈ ജയിലിന്റെ അധികാരി. നരകയാതന എന്താന്ന് ഇന്നു മുതൽ താൻ അനുഭവിക്കാൻ പോവാ. ക്ഷേമം അന്വേഷിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ നല്ല ഒന്നാം തരം അഭിനയം കാഴ്ചവെക്കും. ഭർത്താവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഭാര്യ ലോകത്ത് വേറെ ഇല്ലെന്ന് അവർക്ക് തോന്നും. ഇല്ലെങ്കിൽ തോന്നിപ്പിക്കും ഞാൻ. ഞാൻ നന്ദേട്ടന്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങായിരുന്നു. എന്നാ അത് കഴിയട്ടെ, അച്ഛൻ പിന്നെ വരാം. അയ്യോ സാരമില്ല, അച്ഛൻ വന്നോളൂ. നന്ദേട്ടൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല. നന്ദേട്ടന്റെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എല്ലാം സഹിക്കാൻ ദൈവം മോൾക്ക് ശക്തി തരട്ടെ. അല്ലാതെ അച്ഛൻ എന്തു പറയാനാ? ഇവളെ പോലൊരു ഭാര്യയെ കിട്ടിയത് മോന്റെ ഭാഗ്യ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മോള് മറന്നു എന്ന് അച്ഛനറിയാം. എങ്കിലും അച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാ, നന്ദന്റെ കാര്യത്തിൽ ഒരു കുറവും വരരുത്. ഈ അവസ്ഥയിൽ മോള് ചെയ്യുന്നത് ഒരു വലിയ ത്യാഗമാണെന്ന് അച്ഛനറിയാം. അതിന് മോള് പറയുന്നത് എന്തു അച്ഛൻ ചെയ്യും. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞതല്ലേ. ഇതൊക്കെ എന്റെ കടമയാ. മോള് സഹായിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ഹോം നഴ്സിനെ നിർത്താം. എന്തിനാ ഹോം നഴ്സിനെ നിർത്തുന്നേ? നന്ദേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ലെങ്കിൽ ആതിരയും സ്നേഹയും അനഘയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്ത് സഹായത്തിനും അവരെല്ലാവരും വരുമല്ലോ. അവരുടെ ഒന്നും ഒരു സഹായം ആവശ്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അവരുടേതായ ജോലികളുണ്ടല്ലോ. അവരൊക്കെ മറ്റു കാര്യങ്ങൾ നോക്കട്ടെ. നന്ദേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ നന്ദേട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല മോളെ. അതാണ് അച്ഛന്റെ ഏറ്റവും വലിയ സമാധാനം. അച്ഛൻ പോയി വിശ്രമിക്ക. ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കും. നന്ദേട്ടന്റെ അസുഖം ഭേദാവുന്നതുവരെ ഈ മുറിയും വീടും വിട്ട് ഞാൻ മറ്റൊരിടത്തേക്കും പോകുന്നില്ല. എന്റെ ജീവിതം ഇനി നന്ദേട്ടന്റെ ചുറ്റുവാ. എന്റെ കൈ പിടിച്ച് ഞാൻ നന്ദേട്ടനെ നടത്തും. എന്റെ നന്ദേട്ടൻ ഈ കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ കാത്തിരിക്കുക ഞാൻ. ഓരോ നിമിഷവും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ നന്ദേട്ടനെ എത്രയും വേഗം നടത്തി തരണേന്ന്.
മോളുടെ ഈ സ്നേഹവും ത്യാഗവും ദൈവം കാണുന്നുണ്ട്. ഇതിനുള്ള പ്രതിഫലം ദൈവം മോൾക്ക് തരും. അത്രയും നന്മയുള്ള മനസ്സാ മോളുടേത്. എനിക്കൊന്നും വേണ്ട. എന്റെ നന്ദേട്ടൻ ഈ കിടക്കേന്നൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാ മതി. തന്റെ അച്ഛൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് താൻ കേട്ടോ? നന്മയുള്ള മനസ്സാണ് എന്റേതെന്ന്. ഈ നന്മ ഇനി താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തന്റെ മഹാഭാഗ്യമാണ് എന്നെ പോലുള്ളൊരു ഭാര്യയെന്ന തന്റെ അച്ഛൻ കരുതിയിരിക്കുന്നത്. പാവം തന്ത ഇത്രയ്ക്ക് മണ്ടനായ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് തനിക്ക് മഹാഭാഗ്യ വരാൻ പോകുന്നത്. മഹാഭാഗ്യം അനുഭവിക്കാൻ വേറൊരുത്തേയും കെട്ടിക്കൊണ്ടൊന്ന് കൂടെ പുറപ്പിക്കാൻ പോയതല്ലേ? ഇത് ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിക്കും. എന്നിട്ട് താൻ എഴുന്നേക്കുന്ന ആദ്യത്തെ ദിവസം തന്റെ മുന്നിലിട്ട് ഞാനിത് കത്തിക്കും. കൂടെ തന്റെ മറ്റവളെ, അയാളുടെ ഒരു താലി. അതെ, തന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് തന്നെ ആവശ്യമുണ്ട്. അതുവരെ ഞാൻ തരുന്നതും തിന്നുകൊണ്ട് മര്യാദയ്ക്ക് ഇതിനകത്ത് കിടന്നോണം. ഇനി അതാ തന്റെ വിധി. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാലേ തന്നെ ഞാൻ തീർക്കും. ഒരാള് പോലും സംശയിക്കില്ല. എല്ലാവരുടെയും മുന്നിലേ ഞാനിപ്പോ നന്മയുടെ നിറകുടമായ തന്റെ ഭാര്യ. പക്ഷേ ഈ മുറിക്കുള്ളിൽ തന്റെ വിധി നടപ്പാക്കാൻ പോകുന്ന ആരാച്ചാരായിരിക്കും ഞാൻ. ഞാൻ തന്നെയോ താൻ എന്നെയോ പരസ്പരം സ്നേഹിക്കുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എനിക്ക് എന്റെ വഴി, തനിക്ക് തന്റെ വഴി. പക്ഷേ ഈ താലിയുടെ അവകാശവും തന്റെ ഭാര്യ എന്ന നിയമപരമായ അവകാശവും അധികാരവും ഞാൻ മറ്റൊരുത്തിക്കും കൊടുക്കില്ല. മരണം വരെ ഞാൻ മാത്രമായിരിക്കും തന്റെ ഭാര്യ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മരണം എന്നല്ല, തന്റെ മരണം എന്നാ.